Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. So, in my last class, clinical audit, different forms of clinical audit, in our last class, discuss it. Window. Okay. Clinical audit clinical fields, medical field, medical related clinical related factors related to audit conduct survey, research conduct process clinical audit. Different types, patient touch of care related audit conduct. Process of care related audit conduct. The outcome of the care, provided the care, the outcome related outcome conduct audit conduct. പിന്നെ നമ്മൾ പറഞ്ഞ രണ്ട് മേജർ ടൈപ്സ് ഓഫ് ഓഡിറ്റ് ഏതൊക്കെയായിരുന്നു? പിന്നെ ഓഡിറ്റിന്റെ കാറ്റഗറൈസ് ടു എന്ന് പറഞ്ഞ മെയിൻ ആയിട്ട് രണ്ടെണ്ണം പറഞ്ഞല്ലോ, ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല? ഓക്കെ. റെട്രോസ്പെക്റ്റീവ് ഓർ പ്രോസ്പെക്റ്റീവ് ഓഡിറ്റ് ഓർമ്മയുണ്ടോ? റെട്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി കളക്ട് ചെയ്തിരിക്കുന്ന ഡാറ്റാസ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും ആ ഒരു എന്താണ് ഓഡിറ്റ്, നമ്മൾ റിസർച്ച് നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് ഒക്കെ ആ ഡാറ്റയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡാറ്റയിൽ നിന്ന് കളക്ട് ചെയ്ത് നമ്മൾ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നു. പ്രോസ്പെക്റ്റീവ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം നമ്മൾ ആ ഒരു ഓഡിറ്റിന് വേണ്ടിയിട്ട് ന്യൂ ഡാറ്റാബേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. സർവേസും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്ത് നമ്മൾ സ്വയം ആ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഓഡിറ്റ് എന്ത് ചെയ്യാണ്? കണ്ടക്ട് ചെയ്യാണ്. ഇനി നമ്മൾ നോക്കുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ് ആണ്. നമുക്ക് ക്ലിനിക്കൽ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഫോളോ ചെയ്തതായിട്ടുണ്ട്. അതെന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി നോക്കുന്നത്. ഫസ്റ്റ് വൺ, പ്രിപ്പയറിംഗ് ഫോർ ആൻ ഓഡിറ്റ്. ഫോർ ദ ഓഡിറ്റ്, ഒരു ഓഡിറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ലെങ്തി ആയിട്ടുള്ള പ്രോസസ്സാണ്. കാരണം നമ്മൾ ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അതിന് വേണ്ട പ്രിപ്പറേഷനും പ്രോപ്പർ ആയിട്ടുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് ആണ് വരുന്നത് സെലക്ഷൻ ഓഫ് ഇൻഡിക്കേറ്റേഴ്സ്. ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടാവും, ക്രൈറ്റീരിയ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ്, അതോ എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതെല്ലാം സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഡാറ്റ കളക്ഷനിലേക്ക് മൂവ് ആകും. ഡാറ്റ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് കാര്യങ്ങൾ കളക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഡാറ്റ കളക്ഷൻ പറയുന്നത്. ദെൻ നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റയും നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, അത് നമ്മളൊരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തും, കമ്പാരിസൺ നടത്തും. നമ്മൾ രണ്ടും കൂടി കമ്പയർ ചെയ്ത് നമ്മളൊരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തും. അങ്ങനെ കമ്പാരിസൺ ഓഫ് ഡാറ്റ കളക്റ്റഡ് വിത്ത് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഡെവലപ്പ് ഓഫ് എ കറക്റ്റീവ് ആക്ഷൻ. അതിൽ നിന്ന് നമ്മളൊരു കറക്റ്റീവ് ആക്ഷനിലേക്ക് വരും. ആൻഡ് ചെക്ക് ദ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ഇംപ്രൂവ്മെന്റ്. നമുക്കൊരു കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്തു. ഇനി നമ്മളത് അതിന്റെ ഇംപ്രൂവ്മെന്റ്സ് കാര്യങ്ങൾ ചെക്ക് ചെയ്യും, മെയിൻറ്റെയിൻ ചെയ്യും. അതുപോലെ തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ള ഓർഡറിൽ തന്നെയാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. പ്രോപ്പർ ആയിട്ട് നമ്മുടെ പേഷ്യൻസിന് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഇതിന്റെ ബെനിഫിറ്റ് എത്തുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ഓവറോൾ ചെക്ക് ചെയ്യും. സോ നമുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റിലെ ഫസ്റ്റ് പോയിന്റ് ഡിസ്കസ് ചെയ്യാം. പ്രിപ്പറേഷൻ ഫോർ ദ ഓഡിറ്റ്. ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ് ആണ് പ്രിപ്പറേഷൻ. നമ്മൾ എക്സാമിനൊക്കെ മുമ്പ് നമ്മൾ എക്സാം പ്രിപ്പറേഷൻ ചെയ്യും, അല്ലെ? പ്രിപ്പയർ ചെയ്യും, എക്സാമിന് വേണ്ടി പഠിക്കാൻ വേണ്ടി കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് പ്രിപ്പയർ ചെയ്യും. അത് ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ സപ്പോസ് ആ ഒരു എക്സാമിന് ഫെയിൽ ആയാലും മേ ബി നമ്മൾ പ്രോപ്പർ ആയിട്ട് പ്രിപ്പയർ ഫെയിൽ വേണ്ട, പ്രോപ്പർ ആയിട്ട് നമ്മളത് പ്രിപ്പയർ ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ അത് അറ്റൻഡ് ചെയ്താൽ നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. കാരണം എന്താണ്? നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള പ്രിപ്പറേഷനിലൂടെയാണ് നമ്മൾ ആ എക്സാം എന്ത് ചെയ്യുന്നത്? ക്യാച്ച് ചെയ്തത്. അപ്പോൾ ഓഡിറ്റിനെ സംബന്ധിച്ച് നമ്മളിപ്പോ ഒരു സർവേ ആവട്ടെ, ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അപ്പൊ ആ ഒരു ഓഡിറ്റിനെ കുറിച്ചിട്ട് റിസർച്ച് ചെയ്യാൻ തീരുമാനിച്ചു. റിസർച്ചിന്റെ പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. Proper preparation is essential for the success of an audit project. ഒരു ഓഡിറ്റ് പ്രൊജക്ടിന്റെ സക്സസിനെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് പ്രോപ്പർ പ്രിപ്പറേഷൻ. പ്രോപ്പർ ആയിട്ടുള്ള പ്രിപ്പറേഷൻ. The essential component for designing a valuable clinical audit.
നമ്മുടെ എസെൻഷ്യൽ കമ്പോണന്റ് എന്താ പറയാ ക്ലിനിക്കൽ ഓഡിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എസെൻഷ്യൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, സെലക്ട് വാല്യുബിൾ ആയിട്ട് ഒരു ക്ലിനിക്കൽ ഓഡിറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് എസെൻഷ്യൽ കമ്പോണൻസ് നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ആണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് സെലക്ടിങ് ദ ഓഡിറ്റ് ടോപ്പിക്. നമ്മൾ ആ ഓഡിറ്റ് ടോപ്പിക് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധ കൊടുക്കണം. ഡിഫൈനിങ് ക്ലിയർ ഒബ്ജക്റ്റീവ്, അല്ലെങ്കിൽ അതിന്റെ പർപ്പസ് എന്താണെന്ന് ക്ലിയർലി നമ്മളത് ഡിഫൈൻ ചെയ്യണം. ഇന്ന ഓഡിറ്റിന്റെ പർപ്പസ് ഇന്നതാണ് എന്ന് പെർഫെക്റ്റ് ആയിട്ട് നമ്മളത് എന്ത് ചെയ്യണം, ക്ലിയർലി മെൻഷൻ ചെയ്തിരിക്കണം. ഓർഗനൈസേഷൻ സ്റ്റാഫ്സ് ആൻഡ് റിസോഴ്സസ്. നമ്മുടെ ഓർഗനൈസേഷന് വേണ്ട സ്റ്റാഫ്സ് അല്ലെങ്കിൽ നമ്മളുടെ നെസസറി ആയിട്ട് വേണ്ട സ്റ്റാഫ്സും അതിന്റെ റിസോഴ്സസും മെറ്റീരിയൽസും കാര്യങ്ങളും വേണം. അതും നമ്മൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. അപ്പോൾ for proper preparation is the essential components for designing a valuable clinical audit are choosing the topic. First one is choosing the topic, defining a clear purpose. Clear ആയിട്ട് അതിന്റെ പർപ്പസും കാര്യങ്ങളും ഡിഫൈൻ ചെയ്യണം. And providing necessary organization in terms of audit staffs and resources. നമുക്ക് വേണ്ട ഓഡിറ്റ് സ്റ്റാഫുകൾ, നമ്മൾ സ്റ്റാഫിന് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാനായിട്ട് ടോപ്പിക്കും ഒബ്ജക്റ്റീവ്സും ക്ലിയർലി മെൻഷൻ ചെയ്താൽ മാത്രം പോരാ, അതിന് നമുക്ക് സ്റ്റാഫ്സ് റിക്വയർമെന്റ് ഉണ്ട്. അവർ പ്രോപ്പർ ആയിട്ട് നമ്മൾ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കണം. കാരണം ഓഡിറ്റ് ചെയ്യാൻ അവർക്ക് അറിയില്ലെങ്കിൽ അല്ലെങ്കിൽ അതിനെ കുറിച്ച് ട്രെയിനിങ് കിട്ടിയിട്ടില്ലെങ്കിൽ അവര് എന്തായിട്ടായിരിക്കും, വേഴ്സ് ആയിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത്. സോ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ അവർക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുക്കണം. അതേപോലെ നമുക്ക് ഓഡിറ്റ് ചെയ്യാനായിട്ട് റിസോഴ്സും അവൈൽ ആക്കണം. Then the initial steps, the first steps in designing a clinical audit. നമ്മളൊരു ക്ലിനിക്കൽ ഓഡിറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല അല്ലെ? ഒരു ക്ലിനിക്കൽ ഓഡിറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ ടോപ്പിക് മേബി നമുക്ക് എന്തെല്ലാം ടോപ്പിക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും? ക്ലിനിക്കൽ പ്രാക്ടീസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ സെലക്ട് ചെയ്യാൻ പറ്റും. കെയർ പ്രോസസ്, നമ്മൾ കൊടുക്കുന്ന കെയർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോസസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നമുക്ക് വേണമെങ്കിൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ട്രീറ്റ്മെന്റ് റിസൾട്ട്, നമ്മൾ ഇവിടെ കൊടുത്ത പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യും, അതിന്റെ റിസൾട്ട് എങ്ങനെയാണ് എഫക്റ്റീവ് ആയിരിക്കുന്നത് എന്നെല്ലാം നോക്കാനായിട്ട് നമുക്ക് പറ്റും. അത് നോക്കാം. ഇനീഷ്യൽ സ്റ്റെപ്സ് ഇൻ ഡിസൈനിങ് എ ക്ലിനിക്കൽ ഓഡിറ്റ് ഈസ് ടു ഡിറ്റർമിൻ ദ ടോപ്പിക്. ആദ്യം പറഞ്ഞു, ഇനീഷ്യൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടോപ്പിക്കിന്റെ ഒരു ഓഡിറ്റിനെ സംബന്ധിച്ച് ടോപ്പിക് ഡിറ്റർമിൻ ചെയ്യുക എന്നതാണ്. The topic of the audit can be loosely identified in clinical practice and may relating to adequacy of the care or that of the result. നമ്മൾ ക്ലിനിക്കൽ ഓഡിറ്റ് റിലേറ്റഡ് ആയിട്ട് ടോപ്പിക് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന കെയറിനെ കുറിച്ചിട്ടാവാം, ട്രീറ്റ്മെന്റ് കെയറിനെ കുറിച്ചിട്ടും ഓഡിറ്റ് നടത്താം. അല്ലെങ്കിൽ അവർക്ക് ഫൈനൽ റിസൾട്ട്, ആ ഒരു ക്ലിനിക്കൽ സർവീസ് അല്ലെങ്കിൽ കെയർ എടുത്തതിന് ശേഷം അവരുടെ ഫൈനൽ റിസൾട്ട് എന്താണെന്ന് നമുക്ക് ഓഡിറ്റ് ചെയ്യാം. ആൻഡ് ഓഡിറ്റ് ടീം ഷുഡ് ബി ഹാവ് സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മളൊരു ഓഡിറ്റ് ടീം എടുക്കുമ്പോൾ അതിന് അതിൻ്റെതായ ക്യാരക്ടറിസ്റ്റിക്സ് കാര്യങ്ങൾ വേണം. ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റ് ക്ലിനിക്കൽ ഇമ്പോർട്ടൻസ്. ആ ഒരു ടീം നമ്മുടെ ക്ലിനിക്കലിന് അല്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടുന്ന രീതിയിലായിരിക്കും നമ്മൾ ആ ഒരു ടീം സെലക്ട് ചെയ്യാൻ. ഓഫ് ഈസി കളക്ഷൻ, ഈസിലി നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റണം. ആൻഡ് അനലൈസ്, നമുക്കത് അനലൈസ് ചെയ്യാനായിട്ട് പറ്റണം. ആൻഡ് റിസോഴ്സ് ഓഫ് ഇമ്പോർട്ടൻസ് കോൺസിക്വൻസസ്, അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസിക്വൻസ്, നമുക്ക് അതിന്റെ റിസൾട്ടും അതിന്റെ ഫലങ്ങളും കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഓക്കെ, ഞാൻ ഒരു കാര്യം ചോദിക്കാം, നോട്ട് റിലേറ്റിംഗ് ടു ദിസ് ചാപ്റ്റർ. ഈ ഒരു ചാപ്റ്റർ ആയിട്ട് റിലേറ്റ് ചെയ്യുന്നതല്ല. നമ്മള് കഴിഞ്ഞ ഇടയ്ക്ക് ഒരു സീരീസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അതെ നിവിൻ പോളിയുടെ ഒരു സീരീസ് നിങ്ങൾ കണ്ടോ? ഫാർമ എന്ന് പറഞ്ഞിട്ട് കണ്ടോ? ഓക്കെ, ഹോട്ട്സ്റ്റാറിലൊക്കെ വന്നത് ഫാർമ. അതില് ഞാൻ പറയാൻ കാരണം, ഇതില് ക്ലിനിക്കൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പേഷ്യൻസ് ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു മെഡിസിൻ യൂസ് ചെയ്ത പേഷ്യൻസിന്റെ കുട്ടികളിൽ അവർ പഠനം നടത്തുന്നുണ്ട്. അത് ഒരു ക്ലിനിക്കൽ ഓഡിറ്റ് ആണ്. ആ ഒരു മെഡിസിൻ യൂസ് ചെയ്തതിന്റെ സൈഡ് എഫക്ട് മനസ്സിലാക്കാൻ വേണ്ടി, അവർ കണ്ട സൈഡ് എഫക്ട്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പഠനം നടത്തി. ആ ഒരു കുട്ടികൾക്ക്, മിക്ക കുട്ടികൾക്കും എന്താണ്, എല്ലാവരും ഷുഗർ പേഷ്യൻസ് ആണ് അല്ലെ? അതായിരുന്നില്ലേ ടീം അത് വന്നത്?
അപ്പോൾ ഷുഗർ പേഷ്യൻസ് ആണ് അതിന്റെ കോൺസിക്വൻസ് എന്നുള്ള രീതിയിൽ അവരൊരു പഠനം നടത്തുന്നുണ്ടായിരുന്നു, ഡാറ്റാസ് കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ അത്? സീരീസ് കാണാത്തവരാണെങ്കിൽ അറിയാൻ പറ്റില്ല, കണ്ടവരാണെങ്കിൽ അതിൽ മനസ്സിലാകും. പറ്റുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു സീരീസ് ഒന്ന് കാണാം. അതിൽ ക്ലിനിക്കൽ ഓഡിറ്റ് എങ്ങനെ കണ്ടക്ട് ചെയ്യണമെന്ന് ഫുള്ളായിട്ട് പറയുന്നില്ല. ജസ്റ്റ് അവർ ഡാറ്റാസും ഫയൽസും കണ്ടിട്ടില്ലെങ്കിൽ മനസ്സിലാവും. അവർ ഡാറ്റാസും ഫയൽസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കളക്ട് ചെയ്യുന്നുണ്ട്, നേരിട്ട് പോയിട്ട് പേഷ്യൻസിനെ വിസിറ്റ് ചെയ്യുന്നുണ്ട്, അതിന്റെ റിസൾട്ടും കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. വേറെ സിനിമകളിലും ഇതേപോലുള്ള ഉണ്ട് കേട്ടോ, ക്ലിനിക്കൽ ഓഡിറ്റ് പോലെ അല്ലെങ്കിൽ നേരിട്ട് പോയിട്ട് ആ പേഷ്യൻസിന്റെ റിസൾട്ടിനെ കുറിച്ചിട്ട് ആ സമയത്ത് കിട്ടിയ കെയറിനെ കുറിച്ചിട്ടൊക്കെ ചോദിക്കുന്നതും മനസ്സിലാക്കുന്നതും ഒക്കെ ഉണ്ട്. ഏതൊരു സിനിമ, പൃഥ്വിരാജ് ഒരു ഡോക്ടറായിട്ട് ഏതായിരുന്നത്, അയാളും ഞാനും തമ്മില് ആണോ അല്ലെ, അയാളും ഞാനും തമ്മിൽ കണ്ടിട്ടുള്ളൂ ആ സിനിമ കണ്ടപ്പോൾ. നേരിട്ടുള്ള എക്സാമ്പിൾസ് പറഞ്ഞു തരാൻ പറ്റുന്ന എക്സാമ്പിൾസ് നമുക്ക് ഫിലിം ആവുമ്പോൾ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളായിട്ട് ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ട്, കെയറിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ അതിന്റെ റിസൾട്ടിനെ കുറിച്ചിട്ട് നമ്മൾ കൂടുതലായിട്ട് ഇൻഫർമേഷൻസ് കാര്യങ്ങളും കളക്ട് ചെയ്യുന്നതാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലിനിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ടോപ്പിക് ആയിരിക്കും നമ്മളത് കളക്ട് ചെയ്തത്. കാരണം ആ ഒരു അസുഖം ആ കുട്ടികളിൽ വന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു റിസൾട്ട്, ആ ഒരു സൈഡ് എഫക്ട് വരാനുണ്ടായ കാരണങ്ങൾ. ഇപ്പൊ നമ്മൾ വാക്സിനെ കുറിച്ചിട്ട്, നമ്മൾ കോവിഡിന്റെ വാക്സിൻ ഉണ്ടല്ലോ, ഇപ്പൊ പഠനങ്ങൾ ചില കോവിഡ് വാക്സിൻ എടുത്തവരാണ് നിങ്ങൾ എല്ലാവരും? ഓക്കെ, കോവിഡ് വാക്സിൻ എടുത്തവരിൽ ഹാർട്ട് അറ്റാക്ക് റേറ്റ് വളരെ കൂടുതലാണെന്ന് പറഞ്ഞിട്ട് പുതിയ റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഒരു കൂട്ടം ഡോക്ടേഴ്സ്. അത് നിങ്ങൾ അറിഞ്ഞോ, കേട്ടിട്ടുണ്ടോ ഇതിനെ കുറിച്ച്? അറിഞ്ഞു. ഓക്കെ, അറിഞ്ഞവരുണ്ട്, പത്രം വായിക്കുന്നവർ ചിലപ്പോൾ അറിയും, അല്ലാത്തവർ അറിയാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, അപ്പൊ എന്ന് വെച്ചാല് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലിനിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ടോപ്പിക്കുകൾ റിലേറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, പഠനം നടത്തുന്നത്. അതൊരു സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. ചില വാക്സിൻ അതിന്റെ സൈഡ് എഫക്ട്സും കാര്യങ്ങളും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, എത്ര പഠനം നടത്തിയാലും ആ ഒരു റിസൾട്ട് മേ ബി പബ്ലിഷ് ആവില്ല. കാരണം ആ ഒരു വാക്സിൻ പ്രിപ്പയർ ചെയ്തതും, അതുകൊണ്ട് മിക്കവാറും അതിന്റെ ഫൈനൽ റിസൾട്ട് നമ്മളിലേക്കൊക്കെ എത്താനായിട്ട് കുറച്ചുകൂടി വൈകുകയൊക്കെ ചെയ്യും. സോ ക്ലിനിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ടോപ്പിക് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, റിസർച്ചിന് അല്ലെങ്കിൽ ഓഡിറ്റിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്നത്. ഓഫ് ഈസി കളക്ഷൻ ആൻഡ് അനലൈസ്, നമുക്ക് ഈസി ആയിട്ട് അത് കളക്ട് ചെയ്യാൻ പറ്റണം, അനലൈസ് ചെയ്യാനായിട്ട് പറ്റണം. ആൻഡ് ദ സോഴ്സ് ഓഫ് ഇമ്പോർട്ടന്റ് കോൺസിക്വൻസസ്, നമുക്ക് അതിന്റെ സോഴ്സും കാര്യങ്ങളും അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് that have to significant impacts on patients. പേഷ്യൻസിൽ സിഗ്നിഫിക്കന്റ് ഇമ്പാക്ട്സ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഓഡിറ്റ് ആയിരിക്കും നമ്മൾ കണ്ടക്ട് ചെയ്യേണ്ടത്. The personnel involved in audit have a key role in setting priority. നമ്മൾ ഈ ഒരു ക്ലിനിക്കൽ ഓഡിറ്റിന്റെ ഭാഗമാകുന്നവരിൽ ഒരു കീ പ്രയോറിറ്റീസ് നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം. among clinical problems to deal with, നമുക്ക് ഒരുപാട് ക്ലിനിക്കൽ പ്രോബ്ലംസ് ഉണ്ട്, അതിൽ പ്രയോറിറ്റി നോക്കി നമ്മളത് നമ്മുടെ ടോപ്പിക് സെലക്ട് ചെയ്യണം. കൂടുതലായിട്ട് അത് ഇമ്പാക്ട്സ് വരുന്ന വ്യക്തികളിൽ അല്ലെങ്കിൽ കൂടുതലായിട്ട് അതിന്റെ ഇമ്പാക്ട്സ് നോക്കിയിട്ടൊക്കെ നമ്മുടെ ക്ലിനിക്കൽ ഓഡിറ്റ് ചെയ്യണം, സെലക്ട് ചെയ്യണം. ബൈ ചൂസിങ് എ സ്യൂട്ടബിൾ ടീം, ചൂസിങ് എ കറക്റ്റ് ആയിട്ടുള്ള ടോപ്പിക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വേരിയസ് ആക്സെപ്റ്റ് ഷുഡ് ബി കൺസിഡർഡ്. കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആക്സെപ്റ്റുകൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓഡിറ്റ് സ്റ്റാഫ്, ഞാൻ പറഞ്ഞു ഓഡിറ്റ് സ്റ്റാഫ് ഒരു മേജർ റോള് വഹിക്കുന്നുണ്ട്. അത് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഫാക്ടേഴ്സ് ടു ടേക്ക് അക്കൗണ്ട്സ് വെൻ സെറ്റിംഗ് എ ടോപ്പിക് ഫോർ ക്ലിനിക്കൽ ഓഡിറ്റ് ഇൻക്ലൂഡ്. നമ്മൾ എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് നമ്മൾ ക്ലിനിക്കൽ ഓഡിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ചൂസിങ് എ പ്രോബ്ലം ഫോർ എ ക്ലിനിക്കൽ ഓഡിറ്റ്, നമ്മളൊരു തീം അല്ലെങ്കിൽ പ്രോബ്ലം അല്ലെങ്കിൽ ടോപ്പിക് ഒരു ക്ലിനിക്കൽ ഓഡിറ്റിന് വേണ്ടിയിട്ട് ഒരു ടോപ്പിക് നമ്മൾ സെലക്ട് ചെയ്ത് താഴെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഫോർ ദ ചോയ്സ് ഓഫ് ആൻ അപ്രോപ്രിയേറ്റ് തീം ഫോർ ദ ക്ലിനിക്കൽ ഓഡിറ്റ്, assess that the problem to be audited has an important impact in terms of cost, resource or risk. എന്നുവെച്ചാൽ നമ്മൾ എടുത്തിരിക്കുന്ന ആ ഓഡിറ്റിന്റെ പ്രോബ്ലം ഓർ തീമിന് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇമ്പാക്ട്സ് കൊണ്ടുവരാനായിട്ട് പറ്റണം. നമ്മുടെ കോസ്റ്റ്, അതേപോലെ റിസോഴ്സ്,
പേഷ്യന്റ് സേഫ്റ്റി ഓർ റിസ്കിലേക്ക് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളിൽ ഇമ്പാക്ട്സ് കൊണ്ടുവരാനായിട്ട് പറ്റുന്ന ഒരു ടീമായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ, എന്താ പറയാ, പേഷ്യൻസിന് ഇപ്പോ എന്താ പറയാ എമർജൻസി അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയാ റേറ്റ് ഒരുപാട് കൂടുതലുള്ള മെഡിസിൻസ് എന്താ പറയാ പ്രൈസ് കുറവിന് കൊടുക്കുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഗവൺമെന്റിന്റെ തന്നെ ഒരുപാട് ബ്രാഞ്ചസുകളുണ്ട് മെഡിസിൻസ് ഒരു റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ കൊടുക്കുന്നത്. അപ്പോ അവിടെ നിന്ന് മെഡിസിൻസ് വാങ്ങിക്കുന്ന വ്യക്തികളുടെ ഒരു അഭിപ്രായവും കാര്യങ്ങളും കളക്ട് ചെയ്യുക, അങ്ങനെ കോസ്റ്റ് റിലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള, റിസോഴ്സ് റിലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ പേഷ്യൻസിന്റെ സേഫ്റ്റി ഓർ റിസ്ക് റിലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ടോപ്പിക് ആയിരിക്കണം നമ്മൾ ഓഡിറ്റിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്നത്. There is something wrong scientific evidence available. There should be strong scientific evidence available. നമുക്ക് ഒരു ടോപ്പിക് സെലക്ട് ചെയ്ത് അതിനെ കുറിച്ച് പഠനം നടത്തുമ്പോൾ നമ്മുടെ കയ്യിൽ സയന്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് വേണം. ബിക്കോസ് നമുക്കറിയാം പേഷ്യന്റ് സേഫ്റ്റി ഓർ റിസ്ക് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ടോപ്പിക് സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ തെളിവ് നമ്മുടെ കയ്യിൽ വേണം. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാരണം നമ്മള് തെളിവില്ലാതെ ഒന്നും പറയാൻ പാടില്ല. കേട്ടോ, ഇതിനെ കുറിച്ച് സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ സ്റ്റഡീസ് കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ നമ്മുടെ കയ്യിൽ എവിഡൻസ് വേണം. ക്ലിനിക്കൽ ഗൈഡൻസ്, സിസ്റ്റമാറ്റിക് റിവ്യൂ കാര്യങ്ങൾ നമ്മളതിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. ഇംപ്രൂവ്മെന്റ് ഷുഡ് ബി ഈസി ടു മെഷർ. നമ്മൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താണെങ്കിൽ അത് പെട്ടെന്ന് മെഷർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മാറ്റങ്ങളായിരിക്കണം. ഏബിൾ ടു പ്രൊഡ്യൂസ് ഇമ്പോർട്ടന്റ് ക്ലിനിക്കൽ ആൻഡ് ഓർഗനൈസേഷണൽ ബെനിഫിറ്റ്സ്. നമ്മുടെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ക്ലിനിക്കൽ അല്ലെങ്കിൽ എന്താ പറയാ മെഡിക്കൽ ഫീൽഡിൽ അത്യാവശ്യം നല്ല രീതിയിൽ ബെനിഫിഷ്യൽ വരുന്ന രീതിയിലുള്ള സബ്ജക്റ്റ് ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. Improvement that made on the subject in question can be easily evaluated. നമ്മളുടെ ക്വസ്റ്റ്യൻസ് പ്രോബ്ലംസും കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും അതിന് വേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താണ് ഇംപ്രൂവ്മെന്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിനിക്കൽ ആൻഡ് ഓർഗനൈസേഷണൽ കോൺസിക്വൻസും ബെനിഫിറ്റ്സും കാര്യങ്ങളും നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഒരു പ്രോബ്ലം സെലക്ട് ചെയ്യുമ്പോൾ ആ പ്രോബ്ലം നമുക്ക് പ്രോബ്ലം റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റാസും കാര്യങ്ങളും നമ്മുടെ കയ്യിൽ എവിഡൻസ് വേണം. അത് പേഷ്യൻസ് റിസ്ക് റിലേറ്റഡ് ആയിട്ടാവാം, റിസോഴ്സ് റിലേറ്റഡ് ആയിട്ടായിരിക്കാം, കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടായിരിക്കും നമ്മൾ ആ ഒരു ടോപ്പിക് സെലക്ട് ചെയ്യുന്നത്. ആ സബ്ജക്ട് ഈസി ടു ഇവാലുവേറ്റ്, നമ്മൾ ആ സബ്ജക്റ്റിനെ കുറിച്ച് നല്ല രീതിയിൽ പെട്ടെന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സബ്ജക്റ്റ് ആയിരിക്കണം. അതിന് ഇമ്പോർട്ടന്റ് ആയിട്ട് ക്ലിനിക്കൽ ആൻഡ് ഓർഗനൈസേഷണൽ ബെനിഫിറ്റ്സ് നമുക്ക് ഉറപ്പ് കൊടുക്കാനായിട്ട് പറ്റണം. ഓക്കെ, ഇനി പ്രോബ്ലംസ് suitable ഫോർ ഓഡിറ്റ്. പിന്നെ ഇൻ പർട്ടിക്കുലർ ഇറ്റ് would be a good choice to face problem that involves the clinical intents of. നമ്മൾ ഒരു പ്രോബ്ലം സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് നമ്മൾ ഫേസ് ചെയ്യുന്ന കുറച്ച് അല്ലെങ്കിൽ ചോയ്സ് എടുക്കുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ നോക്കുന്നത്. ഹൈ വോളിയം ഓഫ് റിസ്ക്. ഇപ്പോ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഒരു ടോപ്പിക് എടുക്കാനുണ്ടാവും, ഒരു എക്സാമ്പിൾ ആയിട്ട് ടോപ്പിക് എടുക്കണം. യങ്ങേഴ്സിൽ ഒരു 30 എബോ ഉള്ളവരിൽ ഡയബറ്റിക് അല്ലെങ്കിൽ ടൈപ്പ് 2 ഡയബറ്റിക്കിന്റെ എന്താ പറയാ എണ്ണം കൂടുതലാണ്. അതിനെ കുറിച്ചൊരു സർവേ നടത്താണ്. സോ ഞാൻ ഒരുപാട് ലാബുകളിൽ പോയിട്ട് ഇതിന് വേണ്ട ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യും. അപ്പൊ എനിക്ക് കിട്ടുന്നത് ഹൈ വോളിയം ഓഫ് വർക്കാണ്. ഒരുപാട് പേഷ്യൻസിന്റെ റിസൾട്ടും കാര്യങ്ങളും ഞാൻ ക്രോസ് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ മാത്രമായിരിക്കും നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളും നമുക്ക് കിട്ടും. ഹൈ കോസ്റ്റ് ഇൻ ടേംസ് ഓഫ് ഹെൽത്ത് ആൻഡ് ഓർ ഇലക്ട്രോണിക് കോസ്റ്റ് എന്ന് വെച്ചാൽ എക്കണോമിക് കോസ്റ്റ്. നമുക്ക് അങ്ങനെ ഒരു സ്ഥലത്ത് പോയി എല്ലാ ഇൻഫർമേഷൻസും കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് കോസ്റ്റ്ലി അല്ലേ? ഇപ്പൊ ഞാൻ ലാബാണ് എക്സാമ്പിൾ ആയിട്ട് എടുത്തത്. അപ്പൊ എല്ലാ ലാബുകളിലും പോയി ഇപ്പൊ ഒരു ഏരിയ എടുക്കുകയാണ്, ഒരു എക്സാമ്പിൾ ഒരു ഏരിയ എടുക്കുകയാണെങ്കിൽ ആ ഒരു ഏരിയയിൽ ചിലപ്പോൾ ഒരു 10 or 15 ലാബുകൾ ഉണ്ടാവും. ആ 15 ലാബുകളിലും പോയി സംസാരിച്ച് ഡാറ്റാസ് കാര്യങ്ങളും അത് ഇപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് നമുക്ക് പോയി കഴിഞ്ഞാൽ ഇൻഫർമേഷൻസ് കിട്ടില്ല. അതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ. കളക്ട് ചെയ്താലും ഇതിന് കോസ്റ്റ് ഒരുപാടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ചെലവെടുപ്പ് വരുന്നുണ്ട്. ഹൈ റിസ്ക് ആണ്, കാരണം ഹൈ റിസ്ക് ടു പേഷ്യൻസിന്റെ ഇൻഫർമേഷൻ അതൊരു റിസ്ക് ആണ് അല്ലെ? നമ്മളിങ്ങനെ ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്ത് നമ്മള് സർവേ ഒക്കെ അല്ലെങ്കിൽ സ്റ്റഡീസ് ഒക്കെ നടത്തുമ്പോൾ അത് പേഷ്യൻസിന്റെ ആ ഒരു എന്താ പറയുക ഇൻഫർമേഷൻസ് നഷ്ടപ്പെട്ടു പോകാനുള്ള ഒരു റിസ്ക് ഉണ്ട്. ഹൈ വേരിയബിലിറ്റി ഇൻ പ്രാക്ടീസ്. അത് എല്ലാവരിലും ഒരേപോലെ ആവണം എന്നില്ല.
അപ്പൊ ഓരോരുത്തരും ചെയ്യുമ്പോൾ ആ രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. ഹൈ കോംപ്ലക്സിറ്റി, കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു വർക്കാണ്. കാരണം അത്രയും പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് അത് വർക്ക് ചെയ്യാൻ കുറച്ച് നല്ല കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ന്യൂ ആൻഡ് ഓർ ഇന്നോവേറ്റീവ് പ്രാക്ടീസ്, ഒരു ഹൈ ഇന്നോവേഷൻ ഈ ഒരു പ്രാക്ടീസിൽ ഫോളോ ചെയ്യുന്നുണ്ട്. ഹൈ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രാക്ടീസ് ആണ്. ഇനി നമുക്ക് നോക്കാം ടോപ്പിക് നോട്ട് suitable ഫോർ ഓഡിറ്റ്. റെയർ ഇവന്റ്സ് സച്ച് ആസ്, നമുക്ക് റെയർ ഇവന്റ്സ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ക്ലിനിക്കൽ ഓഡിറ്റിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. റെയർ ആയിട്ടുള്ള ഇവന്റ്സും കാര്യങ്ങളും ക്ലിനിക്കൽ ഓഡിറ്റിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. സപ്പോസ് എന്ന് പറയാം, റെയർ ആയിട്ടുള്ള ഇവന്റ്സ് അല്ലെങ്കിൽ കോംപ്ലക്സ് ക്ലിനിക്കൽ കേസസ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സെലക്ട് ചെയ്യാൻ പറ്റില്ല. അതേപോലെ ഇടയ്ക്കിടെയുള്ള അഡ്വൈസ് ഇവന്റ്സ്, അല്ലെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ ഒരു കോവിഡിനെ കുറിച്ച്, കോവിഡ് സൈഡ് എഫക്ട്സിനെ കുറിച്ചിട്ട് പഠനം നടത്താന്ന് വെച്ചാല് അത് ഓക്കെയാണ്. കാരണം കോവിഡ് എന്ന് പറയുന്ന അസുഖം വന്ന് മാറി ഒരുപാട് പേഷ്യൻസ് ഇന്ന് സമൂഹത്തിലുണ്ട് അല്ലെ. അങ്ങനെ പഠനം നടത്താൻ നമുക്ക് പറ്റും. പക്ഷേ ഒരു എക്സാമ്പിൾ, അതേ സമയത്ത് അതേപോലെ ഒരു അസുഖം നമ്മൾ ഫേസ് ചെയ്തത് നിപ്പയായിരുന്നു അല്ലെ. അത്യാവശ്യം നമ്മളൊന്ന് കുറച്ച് ഭയന്ന് അല്ലെങ്കിൽ കുറച്ച് സീരിയസ് ആയ ഒരു കേസ് പിന്നെ ഫേസ് ചെയ്ത് നിപ്പയാണ്. അപ്പൊ നിപ്പയെ കുറിച്ച് നമുക്ക് കൂടുതൽ ഡാറ്റാസും കാര്യങ്ങളും കളക്ട് ചെയ്യാൻ നമ്മൾ ഒരു പരിധിവരെയും പറ്റും. എന്നാൽ കോവിഡിന്റെ അത്രയും സാമ്പിൾസ് ഒന്നും കിട്ടില്ല അല്ലെ. ഒരു റയറാണ്. കാരണം വരുന്നവരിൽ നമുക്ക് എന്താ പറയാ, റിപ്പോർട്ട് ചെയ്തതിൽ ഭൂരിഭാഗം പേഷ്യൻസും മരണം സംഭവിച്ച ഒരു കേസാണ്. കാരണം ഹൈ റിസ്ക് കേസാണ് അല്ലെ. ഹൈ റിസ്ക് ആണ്, കാരണം ഹൈ ഡെത്ത് റേറ്റ് കൂടുതലുള്ള ഒരു കേസാണ്. അപ്പൊ അതുകൊണ്ട് ഒത്തിരി റിസ്ക് ആണ്. അപ്പൊ റെയർ ഇവന്റ്സുകൾ നമുക്ക് ഇതിനു വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. Rare events such as a complex clinical case or process advice events are not an appropriate topic for clinical audit. അപ്പോ റെയർ ആയിട്ടുള്ള ഇവന്റ്സും കോംപ്ലക്സ് ആയിട്ടുള്ള ക്ലിനിക്കൽ കേസസോ അല്ലെങ്കിൽ അഡ്വൈസ് ഇവന്റ്സ്, ഇടയ്ക്കിടെ വരുന്ന ഇവന്റ്സും നമുക്ക് ഈ ഒരു ക്ലിനിക്കൽ ഓഡിറ്റിന്റെ ഭാഗമാക്കാൻ പറ്റില്ല. ആൻഡ് ഷുഡ് ബി അനലൈസ്ഡ് വിത്ത് മോർ ആഡ്വക്കേറ്റ് മെത്തഡോളജീസ്. നമ്മൾ ഈ ഒരു ഇവന്റ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെ കുറിച്ച് സ്റ്റഡീസ് നടത്തുന്ന സമയത്ത് നമ്മൾ കൂടുതലും നല്ല ഒരു മോർ ആഡ്വക്കേറ്റ് ആയിട്ടുള്ള മെത്തഡോളജീസും കാര്യങ്ങളും നമ്മൾ എടുക്കുന്നത്. ദാറ്റ് മീൻസ് റൂട്ട് കേസ് അനാലിസിസ്, അതിന്റെ കാരണങ്ങളൊക്കെ അന്വേഷിച്ച് നമ്മൾ ഒരുപാട് അനലൈസ് ഒക്കെ ചെയ്യുന്നതായിട്ട് വരും. വൺസ് ദ ടോപ്പിക് ഹാവ് ബീൻ സെലക്ടഡ്, നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ടോപ്പിക് സെലക്ട് ചെയ്തു. The purpose of the project must be defined. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് എന്നത് സ്റ്റേറ്റ് ചെയ്യണം. സോ ഞാൻ ടോപ്പിക് സെലക്ട് ചെയ്തു, ഇന്നതാണ് എന്റെ ടോപ്പിക് എന്ന് സെലക്ട് ചെയ്തു. ഞാൻ ഏതാ ടോപ്പിക് സെലക്ട് ചെയ്തത്, എംആർസില് ടൈപ്പ് 2 ഡയബറ്റിക്, ഇതിന്റെ റിസൾട്ട് എന്തുകൊണ്ടാണ്, അതാണ് എന്റെ ടോപ്പിക്. ഞാൻ കുറച്ച് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നുള്ളൂ. ഓക്കെ, സോ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് മാത്രം പറയുന്നുള്ളൂ കേട്ടോ. സോ ദാറ്റ് എ പ്രോപ്പർ ഓഡിറ്റ് മെത്തഡോളജി ക്യാൻ ബി chosen and designed. ഇനി പ്രോപ്പർ ആയിട്ടുള്ള മെത്തഡോളജി, നമ്മൾ എങ്ങനെയാണ് ആ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ആ ടോപ്പിക് റിലേറ്റ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് കാര്യങ്ങൾ കളക്ട് ചെയ്യുന്നതൊരു പ്രോപ്പർ ആയിട്ടുള്ള ഓഡിറ്റ് മെത്തഡോളജി നമ്മൾ എന്ത് ചെയ്യണം, ചൂസ് ചെയ്യണം അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യണം. ഓക്കെ, ഇനി ദ ഗോൾ ഓഫ് ദ ഓഡിറ്റ് പ്രോജക്റ്റ്. നമ്മുടെ ഓഡിറ്റ് പ്രോജക്റ്റിന്റെ ഗോൾ എങ്ങനെയായിരിക്കണം, ഇൻട്രൊഡ്യൂസ് ന്യൂ പ്രോസസ് അല്ലെങ്കിൽ പുതിയ ലാബ് പ്രോട്ടോകോളോ അല്ലെങ്കിൽ സർജിക്കൽ പ്രൊസീജിയേഴ്സിലോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും മാറ്റങ്ങൾ എക്സിസ്റ്റിംഗ് വണ്ണിനേക്കാളും നല്ലത് കൊണ്ടുവരാനായിട്ട് പറ്റുന്ന ഇതായിരിക്കണം. The goal of an audit project might be include introduction of new process, പുതിയൊരു പ്രോസസ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കണം. For example, laboratory protocol or surgical procedure, etc. And or the enhancement of the existing strategy. And existing strategy യിൽ എന്തെങ്കിലും മാറ്റം വരുന്ന രീതിയിൽ ആവണം നമ്മൾ പുതിയൊരു ഇത് കൊണ്ടുവരാനായിട്ട്. Furthermore, before beginning a clinical audit, the organization should clearly declare the source allocated to support the project management. നമുക്ക് ഡാറ്റാസും കാര്യങ്ങളൊക്കെ വേണം. പ്രോജക്ട് മാനേജ്മെന്റിൽ നമുക്ക് ഒരുപാട് ഡാറ്റാസും ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യണം. അത് റിലേറ്റ് ചെയ്യുന്ന സോഴ്സും കാര്യങ്ങളും നമ്മൾ ക്ലിയർലി ഡിക്ലെയർ ചെയ്യണം. ഇന്നൊരു സോഴ്സിൽ നിന്നാണ് നമ്മൾ ഈ ഡാറ്റാസ് കാര്യങ്ങളൊക്കെ അക്യൂർ ചെയ്യുന്നത്. ഡാറ്റ കളക്ഷൻ, ഹാർഡ്വെയർസ് ആൻഡ് സോഫ്റ്റ്വെയർ ഒക്കെയാണ്. നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ ഡാറ്റ കളക്ഷനിൽ റിലേറ്റ് ചെയ്യുന്ന കുറെ ഫയൽസും കാര്യങ്ങളും സ്റ്റോർ ചെയ്യണം. അതിൽ സോഫ്റ്റ്വെയർസ്, ഹാർഡ്വെയർസ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്തൊക്കെ വേണം എന്നുള്ളതൊന്നും പറഞ്ഞു.
ആൻഡ് ഫോർ ട്രെയിനിങ് ഓഫ് ദ ക്ലിനിക്കൽ സ്റ്റാഫ്, ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം പറഞ്ഞു ക്ലിനിക് നമ്മൾ ഈ ഒരു ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ക്ലിനിക്കൽ സ്റ്റാഫിന് പ്രോപ്പർ ആയിട്ടുള്ള അഡ്വക്കേറ്റ് ട്രെയിനിങ് വേണം, ഇൻക്ലൂഡിംഗ് എഡ്യൂക്കേഷൻ ഓൺ ദ ക്ലിനിക്കൽ ഓഡിറ്റ് ടെക്നിക്സ്. ക്ലിനിക്കൽ ഓഡിറ്റ് ടെക്നിക്സിനെ കുറിച്ചിട്ട് അവർക്ക് ഒരു ട്രെയിനിങ്ങും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യണം. ഫെസിലിറ്റേഷൻ ആൻഡ് ഡാറ്റ മാനേജ്മെന്റ്, അവർ ഡാറ്റാസും കാര്യങ്ങളും മാനേജ്മെന്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ ഫെസിലിറ്റീസിലെ കാര്യങ്ങളും അവർക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് കറക്റ്റ് ആയിട്ട് ഈ ഓഡിറ്റ് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കൺസേണിംഗ് ദ ഓഡിറ്റ് പ്രോജക്ട് ടീം, ഓഡിറ്റ് പ്രോജക്ട് ടീമിനെ കൺസേൺ ചെയ്യുമ്പോൾ it is advisable that a customized for a specific audit project. ഒരു കസ്റ്റമൈസ് ചെയ്യണം ഒരു സ്പെസിഫിക് പ്രോജക്റ്റ് ഓഡിറ്റ് പ്രോജക്റ്റ് ലീഡ് ചെയ്യുന്ന രീതിയിൽ അത് ടീമിനെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിത്ത് ടീം മെമ്പേഴ്സ് പ്രൊവൈഡിങ് മെനി ഓഫ് ദ സ്കിൽസ് നീഡ്. നമ്മുടെ ടീം മെമ്പേഴ്സിന് ഡിഫറെന്റ് ആയിട്ടുള്ള സ്കിൽസ് ഉള്ള മെമ്പേഴ്സിനെ നമുക്ക് ആ ഒരു ടീമിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഓരോ ഓഡിറ്റ് പ്രോജക്റ്റ് ടീം അല്ലെങ്കിൽ ഓരോ ഓഡിറ്റ് ടോപ്പിക് അനുസരിച്ച് നമ്മൾ ആ ഒരു സ്പെസിഫിക് ഓഡിറ്റ് പ്രോജക്റ്റിന് വേണ്ട വ്യക്തികളെ അല്ലെങ്കിൽ ഏതൊക്കെ ടീം മെമ്പേഴ്സ് വേണം, എന്തെല്ലാം സ്കിൽസ് ഉള്ള വ്യക്തികൾ വേണം എന്ന് നോക്കി അവരുടെ സ്കിൽസും കാര്യങ്ങളും നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുന്നത്, അവരെ ആ ഒരു മെമ്പേഴ്സിനൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം ആ ടീം നമുക്ക് ഡീൽ ചെയ്യാൻ. For instance, if the topic of audit is management of vascular access in patient undergoing hemodialysis, അത് ഹീമോഡയാലിസിസ് ചെയ്യുന്ന വ്യക്തികളുടെ വാസ്കുലർ ആക്സസ് മാനേജ്മെന്റിനെ കുറിച്ചിട്ടാണ് ഒരു ടോപ്പിക് എടുക്കുന്നത്. നിങ്ങൾ ഹീമോഡയാലിസിസ് എന്താണെന്നും വാസ്കുലർ ആക്സസ് എന്താണെന്നും എ ബി ഫിസ്റ്റുല, എ ബി ഗ്രാഫി, അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഡയാലിസിസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡിപ്ലോമയില്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ്. അങ്ങനെ ഹീമോഡയാലിസിസ് ചെയ്യുന്നവരിൽ വാസ്കുലർ ആക്സസ് മാനേജ്മെന്റ് എങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഓഡിറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ അതില് ആരൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം, ഒരു നെഫ്രോളജിസ്റ്റ് വേണം, വസ്കുലാർ സർജൻ വേണം, ഡയാലിസിസ് നേഴ്സ് ആ ഒരു ഓഡിറ്റ് ടീമിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ടു ഇൻക്ലൂഡ് നെഫ്രോളജിസ്റ്റ്, vascular surgeon and dialysis nurse in the audit team. അപ്പോൾ ആ ഒരു സ്കില്ലുള്ള വ്യക്തികളെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നമ്മൾ ആ ഒരു ഓഡിറ്റ് ടീം പ്രിപ്പയർ ചെയ്യാൻ. ഇപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ടോപ്പിക് ആണ് അത് പറഞ്ഞിരിക്കുന്നത്. ആ ടോപ്പിക് ആ ഒരു ടീമിൽ ഇന്ന വ്യക്തികൾ വേണം എന്ന് പറയുന്നത്. സോ നമ്മുടെ ടോപ്പിക്കിന്റെ സബ്ജക്ട് മാറുന്നതിനനുസരിച്ച് എന്തെല്ലാം സ്കിൽസ് വേണ്ട വ്യക്തികളെ വേണം നമ്മൾ ഓഡിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഓഡിറ്റ് ടീമിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അതനുസരിച്ച് വേണം നമ്മൾ ഓഡിറ്റ് ടീം പ്രിപ്പയർ ചെയ്യാൻ. നമ്മുടെ പ്രൊജക്റ്റ് ആയി നമ്മുടെ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ വേണം ഓഡിറ്റ് ടീം എന്ത് ചെയ്യാനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ റീഡ് ചെയ്ത ടോപ്പിക് ഇത്തിരി വലുതായി പോയി എന്നറിയാം. നിങ്ങൾക്ക് റീഡ് ചെയ്യാവുന്ന സമയം തന്നില്ല, കാരണം അത് കണ്ടിന്യൂഷൻ ആണ്. പ്രിപ്പറേഷൻ ഫോർ ആൻ ഓഡിറ്റ് ഒരു ലോങ് പ്രോസസ് ആണ്. സോ ഞാൻ കണ്ടിന്യൂസ്ലി റീഡ് ചെയ്യായിരുന്നു. ഒന്ന് നിങ്ങൾ റീഡ് ചെയ്ത് നോക്കിയിട്ട് ഏതെങ്കിലും പോയിന്റ്സ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.
ക്വസ്റ്റ്യൻ വരുമ്പോണ്ട് വെച്ച് കഴിഞ്ഞാല് മോക്ക് ടെസ്റ്റ് നിങ്ങൾ നോക്കുക. മോക്ക് ടെസ്റ്റില് ഇങ്ങനെ ജസ്റ്റ് ഇപ്പൊ ഒരു എന്താ പറയാ ഓഡിറ്റിന്റെ പ്രിപ്പറേഷന്റെ സമയത്ത് ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്താണ് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ചൂസിങ് ദ റൈറ്റ് ടോപ്പിക് ആണ്. അങ്ങനെ ക്വസ്റ്റ്യൻ വരും. ഒന്ന് നന്നായിട്ടൊന്ന് റീഡ് ചെയ്ത് നോക്കട്ടോ. എന്നുവെച്ചാൽ വീടിനായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, ഒന്ന് റീഡ് ചെയ്ത് നോക്കട്ടോ നന്നായിട്ട്. എല്ലാവരും ഒന്ന് റീഡ് ചെയ്ത് നോക്കിയോ? ടോപ്പിക് റീഡ് ചെയ്തോ? മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒന്നുകൂടി റീഡ് ചെയ്തിട്ട് മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി അടുത്തൊരു സ്റ്റെപ്പാണ് സെലക്ഷൻ ഓഫ്. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ഓഡിറ്റില് ക്ലിനിക്കൽ ഓഡിറ്റിൽ വരുന്ന നെക്സ്റ്റ് സ്റ്റെപ്പാണ് സെലക്ഷൻ ഓഫ് ഇൻഡിക്കേറ്റേഴ്സ്, ക്രൈറ്റീരിയ, സ്റ്റാൻഡേർഡ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ഇന്റർവെൻഷൻ സ്ട്രാറ്റജീസ്. നമ്മൾ കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്യണം. നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് എന്തെല്ലാമാണ്, നമ്മുടെ സ്റ്റാൻഡേർഡ്സ് എന്താണ്, നമ്മുടെ ക്രൈറ്റീരിയ എന്താണ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യണം. Once the primary issue of the audit have been defined, നമ്മുടെ പ്രോബ്ലം എന്താണെന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്തു. The next step is to set the standard. അടുത്ത സ്റ്റെപ്പ് ആണ് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാന്നുള്ളത്. Which the current clinical practice will be compared to. എന്നാൽ മാത്രമാണ് കറന്റ് ക്ലിനിക്കൽ പ്രാക്ടീസ് ആയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ കമ്പയർ ചെയ്ത് എന്താണ് വേരിയേഷൻ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ ഡാറ്റാസ് കളക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യണം. ആ സ്റ്റാൻഡേർഡ്സ് ആണ് ഇന്ന് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. At this point, it is important to clarify some definition. ചില കാര്യങ്ങളെ കുറിച്ച് നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട്. അത് വരുന്നത് ഫസ്റ്റ് വരുന്നത് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എ വേരിയബിൾ യൂസ്ഡ് ടു മെഷർ ദ ചേഞ്ചസ് ഓർ പെർഫോമൻസ്. നമ്മുടെ പെർഫോമൻസ് അതേപോലെ തന്നെ നമ്മളുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് വേരിയബിൾസ് നമ്മൾ കളക്ട് ചെയ്യണം. ഹെൽപ്പ് ഗൈഡ് ഡിസിഷൻ. നമുക്ക് ഡിസിഷൻ എടുക്കാനായിട്ട് നമ്മൾ ഗൈഡ് ചെയ്യുന്നത് ഈ ഇൻഫർമേഷൻസ് ആണ്. ക്യാൻ ബി എക്സ്പ്രസ്ഡ്. നമുക്ക് ഈ ഒരു ഇൻഫർമേഷൻ എങ്ങനെയൊക്കെ ആവാം, നമ്പേഴ്സിലാവാം, പെർസെന്റേജ് ആവാം, റേറ്റ് ആവാം, ഓർ ആവറേജ് ബേസിലാവാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ അതിനെ ഇൻഡിക്കേറ്റേഴ്സ് സെലക്ട് ചെയ്യണം. അത് ഓരോ ഡാറ്റാസ് അനുസരിച്ചും ഓരോ ഓഡിറ്റ് അനുസരിച്ചും ഇൻഡിക്കേറ്റേഴ്സ് മാറും. എന്നാലും ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് സെലക്ട് ചെയ്യുക എന്നതാണ് ആദ്യത്തെ ഒരു കാര്യം. A variable that allows us to describe complex phenomena. നമുക്കറിയാം ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഫിനോമിന ഡിസ്ക്രൈബ് ചെയ്യുന്നത് വേരിയബിൾസ് ആയിരിക്കും. ആൻഡ് ടു മെഷർ ദ ചേഞ്ചസ് ഇൻ റിലേഷൻ വിത്ത് ഡിഫൈൻഡ് ക്രൈറ്റീരിയ. നമ്മൾ ആ ഓരോ ഡിഫൈൻഡ് ക്രൈറ്റീരിയസ് അനുസരിച്ച് അതിന്റെ മെഷേഴ്സും കാര്യങ്ങളും ചേഞ്ചസ് ഒക്കെ ഒബ്സർവ് ചെയ്യേണ്ടി വരും. ഇൻ ഓർഡർ ടു ഗൈഡ് ദ ഡിസിഷൻ എയിമിംഗ് അറ്റ് ഒബ്റ്റെയിനിങ് മെയിൻറ്റെയിനിങ് ദ ചേഞ്ചസ്. നമ്മൾ ഒരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ ഈ വേരിയബിൾസും കാര്യങ്ങളും അല്ലെങ്കിൽ ഫിനോമിനാസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അതിന്റെ ഒരു റിസൾട്ടിലേക്ക് വരേണ്ടത്. ഇപ്പം നമ്മളൊരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ഇൻഫർമേഷൻ നമ്മളൊരു എന്താ പറയാ റിസർച്ചോ ഓഡിറ്റോ കണ്ടക്ട് ചെയ്യുമ്പോൾ അത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയിലേക്ക് കൺവേർട്ട് ചെയ്യും. എന്ന് വെച്ചാൽ ഗ്രാഫ്സോ അല്ലെങ്കിൽ നമ്പേഴ്സിലേക്ക് അത് മാറ്റും. നമ്മുടെ നമ്പേഴ്സിലും പെർസെന്റേജിലും അത് എന്ത് ചെയ്യാൻ നോക്കും, റെപ്രസെന്റ് ചെയ്യാനായിട്ട് നോക്കും. നമ്മള് ഈ ഡാറ്റാസ് അല്ലെങ്കിൽ നിങ്ങൾ പ്രോജക്റ്റ് ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടോ? ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് റിസർച്ച് പ്രോജക്റ്റ് എങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നോ? ചെയ്തിട്ടില്ല? ആരും ചെയ്തിട്ടില്ല? ഓക്കെ. എന്നാൽ നമ്മുടെ
എന്നാൽ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കുട്ടികൾ പ്രൊജക്ട് ചെയ്യണം. ലാസ്റ്റ് ഇയറിന്റെ ഭാഗമായിട്ട് നമുക്കൊരു പ്രൊജക്ട് ഉണ്ട്. ആ സമയത്ത് നമ്മൾ ഡാറ്റാസ് ഒക്കെ കളക്ട് ചെയ്യും. നമ്മൾ കളക്ട് ചെയ്യുന്ന ജസ്റ്റ് ഇൻഫർമേഷനും ഫയൽസും ആയിരിക്കും. നമ്മളത് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും, നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്പേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യും. അത് നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യും. ആ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വെച്ച് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്ത് നമ്മളത് മനസ്സിലാക്കിയെടുക്കും. ഇൻഡിക്കേറ്റേഴ്സ്, ഒരുപാട് വേരിയബിൾസും ഒരുപാട് ഫിനോമിനാസും കാര്യങ്ങളും ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും. അതെല്ലാം നമ്മൾ നമ്മളുടേതായ രീതിയിൽ റൈറ്റ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇനി ക്രൈറ്റീരിയൻ ആണ്. ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ മെഷറബിൾ ആക്സെപ്റ്റ് ഓഫ് ഹെൽത്ത് കെയർ ക്വാളിറ്റി. ഒരു ഹെൽത്ത് കെയർ ക്വാളിറ്റീസും കാര്യങ്ങളും മെഷർ ചെയ്യുന്ന ഒരു ആക്സെപ്റ്റ് ആണ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ദെൻ ഡിസ്ക്രൈബ് വാട്ട് ഷുഡ് ഹാപ്പൻ, അവിടെ എന്താണോ സംഭവിച്ചത്, എന്താണ് നടക്കുന്നത് എന്നൊരു ക്ലിയർലി ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ബേസ്ഡ് ഓൺ ഗുഡ് ക്ലിനിക്കൽ പ്രാക്ടീസ്, നമ്മൾ ഗുഡ് ക്ലിനിക്കൽ പ്രാക്ടീസിന്റെ ബേസിലാണ് അത് വരുന്നത്. എവിഡൻസ് ബേസ്ഡ് ഗൈഡ് ലൈൻസ്, നമ്മൾ എല്ലാത്തിനും ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് വേണം, നമുക്ക് എവിഡൻസ് വേണം. ഏതൊരു കാര്യം റിസർച്ച് ചെയ്യുമ്പോഴും നമ്മുടെ കയ്യിൽ എന്ത് വേണം, എവിഡൻസ് വേണം. അപ്പൊ നോക്കാം ക്രൈറ്റീരിയൻ. ഇറ്റ് ഈസ് ഡിഫൈനബിൾ ആൻഡ് മെഷറബിൾ ആക്സെപ്റ്റ് ഓഫ് ഹെൽത്ത് കെയർ ദാറ്റ് ഡിസ്ക്രൈബ് ദിസ് ക്വാളിറ്റി. ഒരു ഹെൽത്ത് കെയറിന്റെ ക്വാളിറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ആക്സെപ്റ്റ് ആണ്. അത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റണം. ഹെൽത്ത് കെയർ 5 സ്റ്റാർ കൊടുക്കാം, 4 സ്റ്റാർ, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ സ്റ്റാർ പറഞ്ഞാണ് ഇന്ന പെർസെന്റേജ് വരെ വരുന്നു, അങ്ങനെ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റണം. The audit criteria are explicit, the statement that define an outcome to be measured. നമ്മുടെ ഔട്ട്കം കാര്യങ്ങൾ മെഷർ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. നമ്മുടെ ഓഡിറ്റ് ക്രൈറ്റീരിയനെ കുറിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ മെഷർ ചെയ്യാനായിട്ട് പറ്റുന്നതാവണം. ഇനി ക്ലിനിക്കൽ ഡിക്ലറേഷൻ, what should happen on the basis of good practice. നമ്മൾ എപ്പോഴും ക്രൈറ്റീരിയ നോക്കുമ്പോൾ ബേസ്ഡ് ഓൺ ക്ലിനിക്കൽ നല്ലൊരു ഗുഡ് ക്ലിനിക്കൽ പ്രാക്ടീസ് ഉണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യും. അതേപോലെ അതിന് തെളിവുണ്ടോ. ഇറ്റ് ഷുഡ് ബി എവിഡൻസ് ബേസ്ഡ്. ഒരു ക്രൈറ്റീരിയ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആയിട്ടുള്ള എവിഡൻസ് കൂടി നമ്മൾ അത് ചെയ്യും നോക്കും. ഇനി അടുത്താണ് സ്റ്റാൻഡേർഡ്സിലേക്ക് വരുമ്പോൾ, ഇറ്റ് ഈസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് കെയർ ടു ബി അച്ചീവ്ഡ് ഫോർ ഈച്ച് സ്പെസിഫിക് ക്രൈറ്റീരിയ. ഓരോ ക്രൈറ്റീരിയക്കും നമ്മൾ ആ സ്റ്റാൻഡേർഡ് ഓഫ് കെയർ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കും. യൂഷ്വലി എക്സ്പ്രസ്ഡ് ആസ് പെർസെന്റേജ്, നമ്മൾ സ്റ്റാൻഡേർഡ് ഓഫ് കെയർ കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നത് ഇവിടെ വരുന്ന നമ്പേഴ്സിലായിരിക്കും നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇറ്റ് റെപ്രസെന്റ് ദ ത്രെഷോൾഡ് ഓഫ് അക്സെപ്റ്റബിലിറ്റി. നമ്മൾ ഓരോ പേഷ്യൻസിന്റെ അക്സെപ്റ്റബിലിറ്റി ഒക്കെ നോക്കിയിട്ടായിരിക്കും മനസ്സിലാക്കുന്നത്. ദ വാല്യൂ ദാറ്റ് ഡിഫൈൻ അപ്പർ ഓർ ലോവർ ലിമിറ്റ്. ഇതിൽ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഉണ്ടാവും. So that the quality of the care is considered to be appropriate, proper ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ഓഫ് കെയർ കിട്ടുന്നുണ്ടോ. അപ്പൊ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ നോക്കിയിട്ട് ക്വാളിറ്റി ഓഫ് കെയർ കിട്ടുന്നുണ്ടെങ്കിൽ 100%. ഓക്കെ, ഒരു ആവറേജ് ആണെങ്കിൽ ആവറേജ് ഒരു 80%, 75%. അങ്ങനെ നമ്മൾ ആ ഒരു പെർസെന്റേജിലേക്ക് അത് എക്സ്പ്രസ് ചെയ്യും. Some indicators are so important that the standards must be achieved in 100% of patients. Example, use of mask during dressing of central venous catheter. ഇതൊക്കെ നമ്മൾ ഡ്രസ് ചെയ്യുന്ന സമയത്ത് മാസ്ക് യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മളത് ചെക്ക് ചെയ്യണം. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാണ്. അപ്പൊ അതിൽ 100% കിട്ടുന്നു. ബട്ട് ഇൻ ജനറൽ ഇറ്റ് ഈസ് സഫിഷ്യന്റ് ടു മീറ്റ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലോവർ പെർസെന്റേജ്. ഫോർ എക്സാമ്പിൾ, ഇൻ 80% ഓഫ് പേഷ്യൻസ്. ചില കേസുകളിൽ നമുക്ക് 100% കിട്ടും, ചില കേസുകളിൽ 80% കിട്ടും. ഒരു എക്സാമ്പിൾ ആയിട്ട് അവർ പറയുന്നതാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് 3 നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാൻ വിചാരിക്കാം. അപ്പോ നമുക്ക് പെർസെന്റേജിൽ എക്സ്പ്രസ് ചെയ്യേണ്ട ജസ്റ്റ് 3 നമ്മൾ ആ ഒരു ക്രൈറ്റീരിയ ഉണ്ടെങ്കിൽ, ഇപ്പൊ ഒരു സർവീസ് അത് ഗുഡ് ആണ്, ഗുഡ്. ഓക്കെ, നോർമൽ, പുവർ. അപ്പൊ ഗുഡ് ആണെങ്കിൽ എല്ലാ പേഷ്യൻസും എന്തെങ്കിലും ടേക്ക് ചെയ്യും, നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് ഇട്ടുണ്ടെങ്കിൽ ഗുഡിലായിരിക്കും ടേക്ക് ചെയ്യുന്നത്. നോർമൽ ആണെങ്കിൽ അവർ ഓക്കെ അതില്ല. പിന്നെ പുവർ ആണെങ്കിൽ പുവറിൽ ടേക്ക് ചെയ്യും. അപ്പൊ ഓരോന്നും നമുക്ക് ആ സ്റ്റാൻഡേർഡ്സ് നോക്കി മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി ഈ ഗുഡ്, നോർമൽ, പുവർ അത് നമുക്ക് പെർസെന്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഗുഡ് എന്ന് പറയുമ്പോൾ 100%, നോർമൽ എന്ന് പറയുമ്പോൾ 80%, പിന്നെ പുവർ എന്ന് പറയുമ്പോൾ 50%. നമ്മുടെ പ്രശ്നം എന്താണ്, നമുക്ക് നമ്പേഴ്സിൽ അത് മെഷർ ചെയ്യാനായിട്ട് പറ്റും. എന്താണ് പ്രശ്നം, എന്താണ് അവിടുത്തെ പ്രോബ്ലം, അല്ലെങ്കിൽ എത്രയാണ് അവിടുത്തെ സ്റ്റാൻഡേർഡ്, അല്ലെങ്കിൽ നമ്മൾ ഫിക്സ് ചെയ്ത സ്റ്റാൻഡേർഡ് എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ടായിരിക്കും നമ്മളിപ്പോ 100 വേണം, അല്ലെങ്കിൽ പേഷ്യന്റ് കെയറിനനുസരിച്ച് നമ്മൾ 100% സാറ്റിസ്ഫാക്ഷൻ കൊടുക്കണമെന്നാണെങ്കിൽ 100 എന്ന് എഴുതണം.
എന്നിട്ട് നമ്മളിപ്പോ കൊടുക്കുന്ന കെയർ എങ്ങനെയാണ് എന്ന് നമ്മൾ നോക്കും. അപ്പൊ ഒരു 75% പേഷ്യൻസ് കെയർ കൊടുക്കുന്നുള്ളൂ. നമുക്ക് മനസ്സിലായി എത്രയാണ് ഡീവിയേഷൻ, 25% ആണ്. സോ നിങ്ങൾക്ക് ആക്റ്റീവ് ആയിട്ടുള്ള മെഷേഴ്സും കാര്യങ്ങളും എടുക്കും. എന്നുവെച്ചാൽ ആ ഒരു 100% എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആക്റ്റീവ് ആയിട്ട് ആ ഒരു മെഷേഴ്സും കാര്യങ്ങളും എടുക്കും. Selection of criteria and standard is one of the most crucial point in designing of clinical audit. Clinical audit ഏറ്റവും important ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് എന്ത് സെലക്ഷൻ ഓഫ് സ്റ്റാൻഡേർഡ് ആൻഡ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. And it required collaboration of the all participants in audit. എല്ലാ പാർട്ടിസിപ്പൻസും കൂടി ഒരുമിച്ച് കൊളാബറേറ്റ് ചെയ്താലാണ് നമ്മുടെ ക്രൈറ്റീരിയയും സ്റ്റാൻഡേർഡ്സും നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. Indeed, the quality of the care provider. നമുക്ക് ഇതിന്റെ റിസൾട്ട് ക്വാളിറ്റി ഓഫ് കെയർ അത് റിലേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത്. The final result of the audit will be evaluated just on the basis of comparison with these parameters. അപ്പൊ നമ്മൾ ഈ ക്രൈറ്റീരിയയും സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്രൂഷ്യൽ പോയിന്റ് ആണ് ഈ ക്രൈറ്റീരിയ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാന്നുള്ളത്, സെലക്ഷൻ എന്ന് പറയുന്നത്. എന്നിട്ട് ക്ലിനിക്കൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഇതേ പാരാമീറ്റേഴ്സ് ആണോ ഫോളോ ചെയ്യുന്നത്, ഇതേപോലുള്ള സ്റ്റാൻഡേർഡ്സ് കാര്യങ്ങളാണോ ഫോളോ ചെയ്യുന്നത്. ദെൻ നമ്മൾ രണ്ടും തമ്മിൽ എന്ത് ചെയ്യും, കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഹോസ്പിറ്റലിൽ കുറച്ച് എന്താണ് ബാക്കൗട്ട് ആണ് ഇന്ന കാര്യത്തിൽ. അപ്പൊ അത് മനസ്സിലായിട്ട് ആ ഒരു കമ്പാരിസണിന്റെ ഡീവിയേഷൻ മനസ്സിലായി. ദെൻ ആ ഡീവിയേഷൻ നമ്മൾ എന്ത് ചെയ്യാൻ നോക്കും, സോൾവ് ഔട്ട് ചെയ്യാനായിട്ട് നോക്കും. The source from which the criteria and standard can be derived by may be international guidelines. നമുക്ക് ഈ ഒരു സ്റ്റാൻഡേർഡ്സും ക്രൈറ്റീരിയാസും നമുക്ക് ഡിറൈവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് കളക്ട് ചെയ്യാനായിട്ട് നമുക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഇന്റർനാഷണൽ ഗൈഡൻസ് നമുക്ക് നോക്കാം, സയന്റിഫിക് ലിറ്ററേച്ചർ നോക്കാം, എക്സ്പെർട്ട് കൺസൈൻസ് നോക്കാം, ഡാറ്റ ഫ്രം അതർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി, മറ്റ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ കിട്ടുന്ന ഡാറ്റാസ് നമുക്ക് നോക്കാം, കേസ് സ്റ്റഡീസ് എടുത്ത് നമുക്ക് പഠനം നടത്താം. ഫസ്റ്റ് ഓഫ് ഓൾ സ്ട്രോങ് എവിഡൻസ് നമുക്ക് വേണം. ഏതൊരു കാര്യത്തെ കുറിച്ചിട്ട് നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് വേണം. റിയലബിൾ എന്ന സ്ട്രോങ് എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഓഡിറ്റിന്റെ റിസൾട്ട് നമുക്ക് റിയലബിൾ അല്ലെങ്കിൽ വിശ്വസിക്കാനായിട്ട് പറ്റുള്ളൂ. The source from which criteria standard can be derived may be international guidelines, scientific literature, expert consent, data obtained by other healthcare facility, and personal case studies എടുത്തും നമുക്ക് ഈ ക്രൈറ്റീരിയ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. A stronger and the stronger the evidence, take a reference will be. Stronger evidence നെ നമുക്ക് റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാം. The more the result of the comparison with the daily clinical practice will be reliable. നമുക്ക് എന്താണ് ഡെയിലി ക്ലിനിക്കൽ പ്രാക്ടീസും കാര്യങ്ങളും റിസൾട്ട് ഒക്കെ കിട്ടാണെങ്കിൽ കൂടുതൽ വിശ്വസിക്കാനായിട്ട് പറ്റും. റിയലബിൾ ആയിട്ടുള്ള സോഴ്സ് ആണ്, കമ്പാരിസൺ കാര്യങ്ങളൊക്കെ പോസിബിൾ ആകും. However, to design an effective clinical audit, നല്ലൊരു എഫക്റ്റീവ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്നാൽ മാത്രമാണ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. It is important that the standard and criteria be shared with the colleagues prior to the review of collection of data. നമ്മുടെ ഡാറ്റാസ് കളക്ട് ചെയ്തതിന് മുമ്പ് നമ്മൾ ഈ ഒരു സ്റ്റാൻഡേർഡും ക്രൈറ്റീരിയാസും നമ്മുടെ കൊളീഗ്സ് അല്ലെങ്കിൽ നമ്മുടെ ടീം മെമ്പേഴ്സ് ആയിട്ട് നല്ല രീതിയിൽ ഷെയർ ചെയ്യണം. അവർക്ക് ഇതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണ അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് കൊടുക്കണം. Since they should not be object of restricting in course of verification or be changed retrospectively in light of discovery derived from the audit itself. എന്നാൽ മാത്രമാണ് ഈ ഒരു സ്റ്റാൻഡേർഡ് ക്രൈറ്റീരിയാസും എല്ലാ ടീം മെമ്പേഴ്സിനും അറിഞ്ഞിരുന്നാൽ മാത്രമാണ് അവിടെ വരുന്ന ഡിഫറൻസും കാര്യങ്ങളും വേരിയേഷൻസും കാര്യങ്ങളും അവർക്ക് മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനും ഡിസ്കവർ ചെയ്യാനും പറ്റുന്നത്. Finally, the audit team should also define intervention strategies to be implemented in case of important discrepancies between standards and actual clinical practice. ഇനി നമ്മള് ഓഡിറ്റ് ടീമിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഇന്റർവെൻഷൻ എവിടെ വരുന്നത്, നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ്സ് ആൻഡ് ക്രൈറ്റീരിയാസും നമ്മുടെ ആക്ച്വൽ ക്ലിനിക്കൽ പ്രാക്ടീസും തമ്മിൽ ഡിസ്പാരിറ്റീസ് ഉണ്ടാവും, ഡിഫറൻസ് ഉണ്ടാവും. അതെന്താണെന്ന് നമ്മൾ കണ്ടെത്തണം. അതാണ് നമ്മളുടെ ഡ്യൂട്ടി.
These strategies should be discussed, shared, clear and easily feasible according to structured algorithms. നമുക്കത് ക്ലിയർലി മനസ്സിലാക്കുന്ന രീതിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്ന ടോപ്പിക് ഇന്ന ഒരു ഏരിയയിലാണ് അവിടെ സാറ്റിസ്ഫാക്ഷൻ പേഷ്യൻസിന് കുറവ് എന്ന് മനസ്സിലാക്കാനും ആ ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനും അത് ക്ലിയർലി അത് എന്താണ് നല്ല രീതിയിൽ അത് സോൾവ് ചെയ്യാനും നമുക്ക് പറ്റണം. അപ്പൊ നമ്മൾ പറഞ്ഞത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ സ്റ്റേറ്റ് ചെയ്യണം. ഓഡിറ്റിങ്ങിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ സ്റ്റേറ്റ് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ ഇൻഡിക്കേറ്റേഴ്സ്, ക്രൈറ്റീരിയ, സ്റ്റാൻഡേർഡ്, മൂന്നിന്റെ ഡെഫിനിഷൻ പറഞ്ഞു. ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ്, സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റാൻഡേർഡ്സും ആക്ച്വൽ പെർഫോമൻസ് അല്ലെങ്കിൽ ആക്ച്വൽ റിസൾട്ട് തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ഈ ഒരു ഓഡിറ്റിന്റെ ഫൈനൽ റിസൾട്ട് എന്ന് തന്നെ പറയുന്നത്. ആ ഒരു കമ്പാരിസണിൽ വരുന്ന ആ ഒരു ഡിഫറൻസ്, ഡിസ്പാരിറ്റീസ് നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, അത് മാറ്റുന്നു. ആ ചേഞ്ചസ് മാറ്റി നല്ല കറക്റ്റ് ആയിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ആ ഒരു സർവീസിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലിനിക്കൽ ഓഡിറ്റ് തന്നെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. സോ സെക്കൻഡ് പോയിന്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കുമോ? ടെൻഷൻ അടിക്കണ്ട, മോക്ക് ടെസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഒരു ചാപ്റ്ററിൽ ചോദിക്കാം എന്നുള്ള ഒരു ഏകദേശം ധാരണ വരും കേട്ടോ. താങ്ക് യു എല്ലാവരും. റീഡ് ചെയ്ത് നോക്കിയോ? അപ്പോ
ഒന്നും കൂടെ 2 പോയിന്റ് റീഡ് ചെയ്തിട്ട് നമ്മള് എക്സാം മോക്ക് ടെസ്റ്റ് നോക്കാം കേട്ടോ, ചെയ്യാം കേട്ടോ. താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡാറ്റ കളക്ഷൻ നെക്സ്റ്റ് ഉള്ള സ്റ്റെപ്സുകൾ നമുക്ക് നോക്കാം കേട്ടോ. താങ്ക് യു ഓൾ. Thank you, ma'am.